ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഉണക്ക ചെമ്മീനും തക്കാളിയും വീട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് തല നുള്ളി കളഞ്ഞെടുത്ത ഉണക്ക ചെമ്മീനാണ് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതുപോലെ 2-3 വട്ടം കഴുകി വാരി ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് ഇതുപോലൊരു നോർമൽ അരിപ്പയിലോ സ്ട്രെയിനറിലോ വെക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ച ശേഷം നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുമ്പോൾ ചെമ്മീൻ ഇതുപോലെ കളറ് മാറി നല്ല ക്രിസ്പായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്നും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചെമ്മീൻ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങയരപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യം വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം. നമ്മൾ 1 കപ്പ് ഉണക്ക ചെമ്മീനാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അളവിൽ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, കുറച്ച് കറിവേപ്പില, 1 പിടി ചെറുള്ളി, എരിവിനായിട്ട് 4 പച്ചമുളക്. ഇനി ഇതെല്ലാനും ഒന്ന് അരിഞ്ഞെടുക്കണം. തക്കാളി ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഉള്ളിയും നീളത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ട തേങ്ങയരപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് 1.5 കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് നേരത്തെ വറുത്തപ്പോൾ മാറ്റി വെച്ച ഉണക്ക ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത ചെമ്മീൻ കൂടെ ചേർത്ത് ഇതുപോലെ തേങ്ങയരപ്പ് ഉണ്ടാക്കുന്നത് കറിക്ക് ടേസ്റ്റ് കൂട്ടും കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചെറുള്ളിയും വേപ്പിലയും വറുത്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോവണ്ട കേട്ടോ. തക്കാളിയൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലൊന്ന് തിളച്ച് വരും. ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി തക്കാളിയും ചെമ്മീനൊക്കെ വേവായി വരുന്നേരം തേങ്ങയരപ്പ് ചേർക്കാം. കൂടെ അരപ്പ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി അത്യാവശ്യം ഒന്ന് കുറുകി അരപ്പ് വേവായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനിയും ഒരുപാട് അങ്ങ് വറ്റിക്കാൻ നിൽക്കുന്നില്ല. ഈ ഒരു സമയത്ത് തന്നെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് താളിച്ച് ചേർക്കണം. അതിനായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് വറ്റൽമുളകും വേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞ ചെറുള്ളി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ കളറ് മാറി ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നേരം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ ഉണക്ക ചെമ്മീൻ തക്കാളി കറി റെഡി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.